അങ്ങനെ വില്ലുമംഗലം സ്വാമിയാർ ഈ ദേവിയുടെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിയുകയും അദ്ദേഹം ഇവിടെ എത്തുകയും അമ്പലക്കുളത്തിൽ കുളിക്കാനായി പോവുകയും ചെയ്തു. അമ്പലക്കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ കാലിൽ എന്തോ തടയുന്നതായി അദ്ദേഹത്തിന് തോന്നി. അത് എടുത്തു നോക്കുമ്പോൾ ഒരു ഭദ്രകാളി വിഗ്രഹമായിരുന്നു. അദ്ദേഹം അത് ഭക്തിപൂർവ്വം എടുത്ത് കുളക്കരയുടെ കിഴക്ക് ഭാഗത്തായി പടിഞ്ഞാറോട്ട് ദർശനമായി അദ്ദേഹം അത് സ്ഥാപിക്കുകയാണ് ചെയ്തത്. ദേവിയുടെ പാദത്തിൽ വീണ് നമസ്കരിച്ച് എഴുന്നേറ്റ് നോക്കുമ്പോൾ മേൽക്കാവിൽ നിന്ന് ഭഗവതി ലക്ഷ്മി നാരായണ സമേതനായി, അതായത് മറ്റെവിടെയും ഇല്ലാത്തതുപോലെ വൈഷ്ണവ ചൈതന്യത്തോടെ ദേവി അദ്ദേഹത്തിന് മുന്നിൽ പ്രസന്നവദനയായി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ മകം തുഴലും. അത് സംഭവിച്ചത് ഉച്ചതിരിഞ്ഞ് 2 മണിക്കാണ്. അതായത് കുംഭമാസത്തിലെ മകം ദിവസം മിഥുന ലഗ്നത്തിലാണ് ഈ മകം തുഴൽ നടക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ക്ഷേത്രം തുറക്കുക എന്നുള്ളത്